നമ്മൾ പുറകെ നടക്കുന്നത് നമുക്ക് ജീവിതം ഉണ്ടാക്കാനല്ല, അവർക്ക് ജീവിതം ഉണ്ടാക്കാനെന്നുള്ള ബോധം നമുക്കുള്ളത് കൊണ്ടാണ് എത്ര നോ പറഞ്ഞിട്ടും വീണ്ടും 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 നമ്മൾ അവരുടെ പറയുന്നു. ഞങ്ങൾ ആരും ഈ വിശ്വാസത്തിന്റെ ഗുളികയും കഴിച്ച് വന്ന ദിവസം തൊട്ട് ഡിങ്കനായിട്ട് ഒന്നും ചെയ്യുന്ന ആൾക്കാരൊന്നുമില്ല. ഞങ്ങളും ആത്മവിശ്വാസം ഇല്ലാത്തവരാണ്, ഞങ്ങളും കഴിവില്ലാത്തവരാണ്, ഞങ്ങളും സംസാരിക്കാൻ പറ്റാത്തവരാണ്, ഞങ്ങളും പലപ്പോഴും ഉടക്കിപ്പോയവരാണ്, ഞങ്ങളും പലരുടെ മുമ്പിൽ തല കുടിച്ചവരാണ്, ഞങ്ങളും പല വീട്ടിൽ നിന്നും തല കുടിച്ച് ഇറങ്ങിയവരാണ്. എനിക്കൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ വളരെ മോശം അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും വിജയിക്കില്ല എന്ന് തീരുമാനിച്ച നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ ദൈവത്തിന് രണ്ടാമതൊരു വിഷയം കാരണം ദുരിതം തരുന്ന ദൈവം തന്നെയല്ലേ നമുക്ക് സൗഭാഗ്യം തരുന്നു. ഇത് രണ്ടും മനസ്സിലാക്കാനുള്ള ബുദ്ധി 72 വയസ്സുള്ള അമ്മാവൻ ഉണ്ടായില്ല, ഇത് നമുക്കുണ്ടാവും. എനിക്കുണ്ടായില്ല. എപ്പോഴാ ഞാനിത് രണ്ടും കുഞ്ഞു പ്രായത്തിലേ കണ്ടു. ചെറിയ പ്രായത്തിലേ ഇതിന്റെ വില എനിക്ക് മനസ്സിലായി. സ്കൂളിൽ പഠിക്കുമ്പോഴേ പൈസ ഇല്ലാത്തതിന്റെ കഷ്ടപ്പാടും ദുരിതം എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ശുഭാപ്തി വിശ്വാസികളാകുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂലിപ്പഴുത്താൽ പെയിന്റിന് പഴുത്താൽ ആ പെയിന്റിങ്ങിന് കൂലി കിട്ടും. ഡ്രൈവിംഗ് ചെയ്ത് അതിന്റെ കൂലി കിട്ടും. തേപ്പുകാരൻ തേപ്പിന്റെ കൂലി കിട്ടും. കെട്ടുകാരന്റെ കൂലി കിട്ടും. എന്ത് മേഖല പഴെടുത്തോ ആ പണിയെടുത്തതിന് വൈകുന്നേരം ഒരു വരുമാനം കിട്ടുന്നുണ്ട്. അതല്ലെങ്കിൽ അത് ആഴ്ചയിൽ തരൂ, അല്ലെങ്കിൽ ചിലർക്ക് ഇത് മാസത്തിൽ ഒരുമിച്ച് കൊടുക്കും. എന്നാ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി അങ്ങനെയല്ല. ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്ത് നിങ്ങൾ ഓരോ ലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി വിറ്റിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോ ലക്ഷം BVയുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വിറ്റിട്ടുണ്ടെങ്കിൽ, ആ വാങ്ങി വിൽക്കുന്നതിന് ശരാശരി ഒരു 30-35% ലാഭം ഉണ്ടാവും. ഈ നാട്ടിലെ എല്ലാ കച്ചവടക്കാരനും വാങ്ങുന്ന പോലെ ഒരു മാന്യമായ ലാഭം കിട്ടും. 1 ലക്ഷം രൂപ സാധനം വാങ്ങി വിറ്റാൽ ഒരു 1.30 എങ്ങനെയും വിൽക്കുക, ഒരു 30,000 ലാഭം ഉണ്ടാവും. ലെഫ്റ്റും റൈറ്റും ഓരോ ലക്ഷമാണ് വിറ്റതെങ്കിൽ ഒരു 60,000 ഉണ്ടാവും. അത് BVയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഒരു 70-75,000 ലാഭമെങ്കിലും ഇത് വാങ്ങി വിറ്റാൽ കിട്ടും. അങ്ങനെ ഓരോ ലക്ഷം BVയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി വെക്കുമ്പോൾ ശരാശരി ഒരു 19,000 ലാഭം കിട്ടുക.
അതേ പണിക്ക് 1,00,000 BV ലെഫ്റ്റും റൈറ്റും മാച്ച് ചെയ്തതിന് ആഴ്ച വരുമാനമായി കമ്പനി ഒരു വീക്കിലി ഇൻകം അത് 450 രൂപ മുതൽ 2,10,000 വരെ തരൂ. അപ്പൊ ഓരോ 1,00,000 BV സാധനം വെച്ചാൽ 12,000 റുപ്യ ഒരാഴ്ച വരുമാനം വേർത്തരും. ഓരോ 1,00,000 BV ഒരു മാസം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു TC കമ്പനി റാങ്കിൽ വന്നവർക്ക് കമ്പനി അത് കൂടാതെ ഒരു മാസ വരുമാനം എക്സ്ട്രാ ഓഫർ ചെയ്തിട്ടുണ്ട്. അതിന് പെർഫോമൻസ് ബോണസ് എന്നാ പറയാ. എടുത്തു തുറച്ച പണിയാണ്. പക്ഷേ അതിന് വാങ്ങി വിറ്റപ്പോൾ ഒരു വരുമാനം കിട്ടി, ആഴ്ചയിൽ വേറൊരു വരുമാനം കിട്ടി, മാസത്തേക്ക് ഒരു പെർഫോമൻസ് ബോണസ് കിട്ടി. ടീം വളർന്നു വലുതാണ്. നിങ്ങൾ ടീമും കൂട്ടമായി പണിയെടുക്കുകയാണ്. DTC റാങ്ക് എത്തുമ്പോൾ മൂന്നാമത്തെ ഒരു വരുമാനം കൂടി കമ്പനി തരികയാണ്. അല്ലെ, മൂന്നാമത്തെ ഒരു ലെഗ് ഡെവലപ്പ് ചെയ്യാൻ പറയാണ്. അതിന് 4ാമത്തെ ഇൻകം തരികയാണ്. ഒന്ന് റീറ്റെയിൽ പ്രോഫിറ്റ് തന്ന്, ഒന്ന് ആഴ്ച വരുമാനം തന്ന്, ഒന്ന് മാസ വരുമാനം തന്ന്, അതുകൂടാതെ ലോയൽറ്റി ബോണസ് പറഞ്ഞ ഒരു വരുമാനം DTC റാങ്ക് മുതൽ മേലേക്ക് വേറെ കൊടുക്കുകയാണ്. ഇനി ZTC റാങ്ക് എത്തി. ഇതേ പണി നിങ്ങൾ തുടർന്നാൽ മതി. ZTC മുതൽ മേലേക്ക് ഒരു വാർഷിക വരുമാനം കൂടി വേറെ കൊടുക്കുക. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അവരവർ ചെയ്ത ബിസിനസിന് ഇൻകം ഒക്കെ അതാത് ദിവസവും അതത് ആഴ്ചയിലും അതത് മാസത്തിലും അതത് ലീഡർമാർ വാങ്ങിക്കഴിഞ്ഞു. അതിനുശേഷം ഞാൻ അറിഞ്ഞത് അഷ്റഫ് ദാറാണി എന്ന് പറഞ്ഞ നമ്മൾ ലീഡർ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തത് 2,53,000 രൂപയാണ്. അതുകൂടാതെ നമ്മളെ റഷീദ് പട്ടേലിക്ക് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തത് 2,48,000 രൂപയാണ്. എടുത്തത് ഒരു പണിയാണ്, പക്ഷേ വരുമാനം വ്യത്യസ്ത തരത്തിലാണ്. ഇവിടെ 4-5 പണി എടുത്തിട്ട് ഒരു വരുമാനം കിട്ടുന്ന ആളുകളാ സാധാരണക്കാരൻ. എന്നാൽ ഒരു പണി എടുത്തിട്ട് 4-5 വരുമാനം വാങ്ങുന്നവരാ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്തുള്ളത്. അതിൽ തന്നെ 100 ആയിരക്കണക്കിന് ആളെ കൂടെ നിർത്തി പണിയെടുക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഹലോ, 5 പണി എടുത്ത് ഒരു വരുമാനം കിട്ടണോ, ഒരു പണി എടുത്ത് 5 വരുമാനം കിട്ടണോ? ഏതാ താല്പര്യം? കമ്പനിയുടെ ഒരു കോൺടെസ്റ്റ് ആയിരുന്ന കാമ്യാബി അച്ചീവ് ചെയ്ത ലീഡേഴ്സ്
വരുമാനത്തിന്റെ 35% അഡീഷണൽ വാങ്ങിച്ചു. ZTC റാങ്കിൽ നിന്ന് 92,000 എക്സ്ട്രാ വരുമാനം തിരിച്ചടയ്ക്കാത്ത ഒരു കുടിവിറ്റ് നല്ലൊരു കാര്യങ്ങൾ അക്കൗണ്ടിലേക്ക് ആക്കിയിരിക്കുന്നു. എനിക്ക് മനസ്സിലായി ഇത് ഏറ്റെടുത്താൽ വിജയിക്കുമെന്ന് മനസ്സിലായ സമയത്ത് ഫുൾ ടൈമായിട്ട് ഏറ്റെടുത്തു. എൻ്റെ കൂടെ അന്ന് അസോസിയേറ്റും അതേപോലെ എൻ്റെ ലീഡേഴ്സിനെയും ശക്തമായ സപ്പോർട്ടും സഹായവും കൊണ്ട് ഈ അവസരത്തിലേക്ക് എത്തി. എല്ലാ ആളുകൾക്കും വിജയിക്കാൻ പറ്റിയ അവസരത്ത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ജയ് മത്സൂർ മാർക്കറ്റിംഗ്. ആദ്യം തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്ന് എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന മൈ ലൈഫ് സ്റ്റൈൽ എന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എന്നെ എത്തിച്ച ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം അതിന് കാരണക്കാരായിട്ടുള്ള എൻ്റെ ലീഡേഴ്സായിട്ടുള്ള ബിജു സാറ്, ബെൽനി സാറ്, ഷാഹിർ സാറിനൊക്കെ നന്ദി പറയാണ്. ഡോണ്ട് ടെൽ പീപ്പിൾസ് യുവർ ഡ്രീംസ്, ഷോ ദം. ആൾക്കാരോട് എൻ്റെ ആഗ്രഹം പറഞ്ഞിങ്ങനെ നടക്കാനുള്ളതല്ല, അത് വാങ്ങി കാണിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണെന്ന് മനസ്സിലായപ്പോൾ സ്ഥിരമായി നാട്ടിൽ നിന്ന് ജോബ് ചെയ്യുന്നു. 4-5 വർഷങ്ങൾ കൊണ്ട് 14 ലക്ഷം രൂപയോളം ഇതിൽ നിന്നും വരുമാനം വാങ്ങാൻ എനിക്ക് സാധിച്ചു. ഇന്ന് എൻ്റെ കൂടെ വന്ന 100-ൽ അധികം ആളുകൾ ഇവിടെ വന്ന്, പലരും ഇവിടെ വന്ന് സന്തോഷത്തോടെ റാങ്ക് ലിസ്റ്റിലെത്തി. അവരൊക്കെ സന്തോഷത്തോടെ ഇവിടുത്തെ ആദരവ് ഏറ്റുവാങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമായി അത് അനുഭവിക്കുകയാണ്. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ആത്മാർത്ഥമായിട്ട് ഒരു 3 വർഷമെങ്കിലും ഇതിൽ പിടിച്ചു നിന്നുകൊണ്ട് വർക്കെടുക്കുക. അങ്ങനെ എടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. സത്യത്തിൽ എൻ്റെ മനസ്സിൽ ഒരു ബിസിനസ് മൈൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ക്യാഷ് എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ അന്നത് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോഴാണ് ഈ ആശയം കേൾക്കുന്നതും പണം മുടക്കല്ലാതെ ഇടനിലക്കാരായ ആളുകൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നതും. ഒരു 3-4 വർഷം നമ്മൾ ഈ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ
നമ്മൾ കാരണക്കാരായിട്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് വരുമാനം വരുത്തി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണിത്. ഇന്ത്യയിൽ ഏറ്റവും നമ്പർ 1 കമ്പനി ആയിട്ടുള്ള MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി നമുക്ക് ഓരോ വ്യക്തികൾക്കും തരുന്നത് നിങ്ങളുടെ കഴിവ് നോക്കിയിട്ടല്ല, നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണെന്ന് നോക്കിയിട്ടല്ല, നിങ്ങളുടെ വിദ്യാഭ്യാസം നോക്കിയിട്ടല്ല, ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു ആഗ്രഹത്തോടെ പ്രവർത്തിക്കാനുള്ള മനസ്സുള്ള ആർക്കും രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. ഈ ഒരു ബിസിനസ് എൻ്റേതാണെന്ന് നെഞ്ചോട് ചേർത്തിട്ട് പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിച്ചാൽ നാളെ നമ്മളെ തലമുറ വളരും. അതിന് വേണ്ടിയ ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ന് കുറേ ആളുകൾ ഈ സ്റ്റേജിൽ കയറിയില്ല. നിങ്ങൾക്കൊക്കെ കയറാനുള്ള ഒരു അവസരം, ഇതേപോലത്തെ ഒരു അവസരം എക്സോറ എന്നൊരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാം സക്സസിൻ്റെതാക്കി മാറ്റണമെന്ന് എനിക്ക് പറയാനുള്ള. എൻ്റെ 2 കുട്ടികളെ ഞാൻ ഇതിലേക്ക് നേർച്ചാക്കിയതാണ്. കാരണം എന്താണ്, അവർക്കിനി അവരോട് ഞാൻ പറഞ്ഞത് എൻ്റെ മരണം വരെ, നിങ്ങളെ മരണം വരെ മൈ ലൈഫ് അല്ലാതെ മറ്റൊന്നും ചെയ്യണ്ട, ഇത് ചെയ്തിട്ട് എന്നെ എന്ത് ചെയ്താൽ മതി, മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ അവർ ശക്തമായി മൈ ലൈഫ് എനിക്ക് തന്ന സ്നേഹത്തിന് ബദൽ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്ന എൻ്റെ 2 കുട്ടികളെ മൈ ലൈഫിന് വിട്ടു കൊടുത്തതാണ്. ഈ പ്രോഗ്രാമിന്റെ വൈദ്യുതി പോവുകയാണ്. ഈ പ്രോഗ്രാം നമ്മൾ വീണ്ടും 50 ദിവസം കഴിയുമ്പോൾ വീണ്ടും നടത്താൻ പോവുക. നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങളെ ലെഫ്റ്റും റൈറ്റും ഉള്ള ആളെ ഇപ്പം പുതിയതായിട്ട് വന്ന ബ്രോൺസ് ആക്കാൻ നിങ്ങൾ റെഡിയാണോ? ബ്രോൺസ്, സിൽവർ, സ്റ്റാർ എന്ന് പറഞ്ഞില്ലേ, അവരെ നിങ്ങൾ ഇപ്പം പുതുതായിട്ട് വന്ന ആൾക്കാരെ 50 ദിവസം കൊണ്ട് ഒരു 10 പേരെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ബ്രോൺസ് ആക്കിയിട്ട് ചലഞ്ച് ചെയ്യോ? അങ്ങനെയാണെങ്കിൽ ജൂലൈ 26-ാം തീയതി വീണ്ടും നമ്മൾ ഇവിടെ വീണ്ടും സന്ധിക്കും. ആറ് റെഡി? അങ്ങനെ വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കണം. നവംബർ പരിപാടി നമ്മളതാക്കി മാറ്റണം. എക്സോറ പ്രോഗ്രാം നമ്മളതാക്കി മാറ്റണം. അതിന് വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയത്. വലിയ മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾ കഴിയട്ടെ. ഒരുപാട് അച്ചീവ്മെൻറ്റ് നേടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയാണ്. ഈ പ്രോഗ്രാം നടത്താൻ വേണ്ടി മനസ്സ് കാണിച്ച നമ്മുടെ ലീഡർമാർ എത്ര നന്ദി പറഞ്ഞാൽ അതൊക്കെ മേലെയാണ്. നമ്മുടെ ഷാഹിദ് സാറും റമീ സാറും അയ്യൂബ് സാറും ഉമർ സാറും ചേറൂർ അദ്ദേഹം സാറും മലപ്പുറത്തുള്ള ഒരുപാട് ലീഡേഴ്സ് നിങ്ങളറിയില്ലേ? അഷ്റഫ് ദറാളി സാർ നിങ്ങളറിയില്ലേ? അലി കുനൂസ് സാർ, അമീദ് സാർ, എടക്കലിൻ്റെ മുത്ത്, ഒരുപാട് ലീഡേഴ്സ്, അവരൊക്കെ കൈപിടിച്ചിരിക്കുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. STCയിൽ പറയുന്നത് ബാബു സാർ അടക്കം, മുസ്തഫ സാറ്, റഫീഖ് ഡോക്ടർ, ഇവരൊക്കെ എക്സ്പീരിയൻസ് നമുക്ക് മുതലായിട്ടുണ്ട്. ഒരുപാട് ലീഡേഴ്സ് കോഴിക്കോട് ഇരിക്കുന്ന ഒരുപാട് ലീഡേഴ്സ്. നമ്മൾ റെജീന മാഡം ഏതാ റാങ്ക്? RTC. നിങ്ങൾക്കാവണ്ടേ? റെജീന മാഡമൊക്കെ ഈ ബിസിനസ് വന്നിട്ട് ഒരുപാട് യാതന. ഈ ബിസിനസ് വരുന്ന സമയത്ത് അവർ ഒന്നും ഇല്ലായിരുന്നു ഇവിടെ. ഈ സമയത്താണ് ഇവരൊക്കെ വന്നു പെട്ടത്. എത്രയോ തപ്പിത്തടഞ്ഞാണ് ഈ മാറ്റം ഉണ്ടാക്കിയത്. അവിടെ അഫ്സത്ത് മാഡം RTC അല്ലേ? അവിടുത്തെ ഞങ്ങളെ കൊടുവള്ളി ഒരു മുത്ത് വേറെ ഉണ്ട്. ആരാറിയോ? റഷീദ് സാർ നിങ്ങളൊക്കെ അപ്ലൈനാണ്. ഇങ്ങനെ ഒരുപാട് ലീഡേഴ്സിൻ്റെ വേർപ്പാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കിയത്. ഒറ്റയ്ക്കല്ല, അവിടെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അതിലൂടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദിയുടെ പൂച്ചൽ അർപ്പിച്ചുകൊണ്ട് ഇനിയും വലിയ മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാവണമെന്ന് അറിയിച്ചുകൊണ്ട് നാളത്തെ തിളങ്ങുന്ന നക്ഷത്രമായിട്ട് മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് മൈ